കഴിഞ്ഞ ഒരാഴ്ചക്കിപ്പുറം 50 നായ്ക്കളെ അവിടെ എത്തിച്ചു. അപ്പം 187ആയി. 137 നായ്ക്കൾ 8 വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സമരം അവിടെ നടന്നില്ല. NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 50 നായ്ക്കളെ കൊണ്ടുവിട്ടതിന്റെ പിറ്റേ ദിവസം DYFI ബോർഡ് വെച്ചു. ആ ഉടമസ്ഥന്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത്. ഇവർക്ക് നിയമപരമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിയമപരമായിട്ട് ഏത് തരത്തിലും അവർ പ്രതിഷേധിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം അവർ ഗേറ്റ് തകർത്തിട്ട് അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് നിന്ന് തിരിച്ചിറങ്ങി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ മേയറെ ചൊറിയാൻ വന്ന മാധ്യമപ്രവർത്തകന് വയറു നിറച്ച് കൊടുത്തിട്ടുണ്ട് മേയർ VV രാജേഷ്. നമുക്കറിയാം, തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലമായിട്ട് പരാതികൾ ഉയരുന്നുണ്ട്, ജനങ്ങൾ പൊറുതിമുട്ടുന്നുണ്ട്. ഇപ്പോൾ അധികാരമേറ്റതിനു ശേഷം BJPയുടെ നേതൃത്വത്തിൽ ഏറ്റവും ആദ്യം നടന്ന പ്രവർത്തനങ്ങളിലൊന്ന് അതുകൊണ്ട് ആ വിഷയം തന്നെയായിരുന്നു എന്നത് വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയതാണ്. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ വീട്ടിലുണ്ടായ 50ഓളം നായ്ക്കളെ ഒന്നടങ്കം അവിടെ നിന്നുള്ള നാട്ടുകാർക്ക് സമാധാനം നേടിക്കൊടുക്കുന്ന തരത്തിൽ ആ വീട്ടിൽ നിന്നും മാറ്റി ഒരു ഷെൽട്ടറിലേക്ക് പാർപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ DYFI വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ടാണ് രംഗത്തേക്ക് എത്തിയത്. മറ്റു പ്രദേശത്തു നിന്നുള്ള തെരുവ് നായ്ക്കളെ എല്ലാം കൂടെ കരകുളത്തേക്ക് എത്തിക്കുന്നു, അവിടെ കൊണ്ടു തള്ളുന്നു എന്ന രീതിയിൽ DYFI വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയപ്പോൾ ഇത്രയും കാലമുണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നതിന്റെ നേർചിത്രം തുറന്നടിക്കുകയാണ് VV രാജേഷ്. എന്തായാലും ഇന്ന് മാധ്യമപ്രവർത്തകരോട് VV രാജേഷ് നൽകുന്ന കൃത്യമായിട്ടുള്ള വിശദീകരണം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ തള്ളുന്നുണ്ടെന്നുള്ള വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ മതി, ജനങ്ങൾ അങ്ങനെ. എന്താണ് പ്രശ്നം? എന്താണ് അവിടെ? സ്വകാര്യ വ്യക്തി ശരി, യെസ്, ദാറ്റ്സ് കറക്റ്റ്. ഓ, ശരി ശരി. എന്നാ പ്രതിഷേധം തുടങ്ങിയത്? ശരി, എത്ര വർഷം കൊണ്ട് അവിടെ നായ്ക്കളുണ്ട്? താങ്കളുടെ അന്വേഷണത്തിൽ എത്ര വർഷം കൊണ്ടുണ്ട്? 8 വർഷം കൊണ്ട്. 8 വർഷം കൊണ്ട് അവിടെ എത്ര നായ്ക്കളുണ്ട്? അല്ല, ഞാൻ ചോദിക്കും, 8 വർഷം മുൻപ് അവിടെ എത്ര നായ്ക്കൾ പാർപ്പിക്കുമായിരുന്നു? ഞാൻ പറയാം 137 ആണല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കിപ്പുറം 50 നായ്ക്കളെ അവിടെ എത്തിച്ചു. അപ്പൊ 187ആയി. 137 നായ്ക്കൾ 8 വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സമരം അവിടെ നടന്നില്ല. NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 50 നായ്ക്കളെ കൊണ്ടുവിട്ടതിന്റെ പിറ്റേ ദിവസം DYFI ബോർഡ് വെച്ചു. അടുത്ത ദിവസം അവിടുത്തെ കോവള MLA വന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഗേറ്റ് പൊളിച്ചു. 8 വർഷവും ഇതൊന്നും സംഭവിച്ചില്ല. ഗേറ്റ് പൊളിച്ചു. അങ്ങനെയുള്ള അതിന്റെ പുറത്തൊരു ചെറിയ ധർണയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ജനാധിപത്യത്തിലുള്ള സമരമാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും 50 നായ്ക്കളെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് മാധ്യമ പ്രവർത്തകർക്കും അവിടെ പോയിട്ട് വിഷ്വൽസ് എടുക്കാം, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അനിമൽ വെൽഫെയർ ബോർഡിന്റെയും ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിലാണ് ആ ഷെൽട്ടർ നടന്നു പോകുന്നത്. അവിടെ ഇനി നായ്ക്കളെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഇല്ല. 50 എണ്ണത്തിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയ നായ്ക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനും ഇല്ല. രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന സമരങ്ങൾ നിങ്ങൾ വാർത്ത കൊടുത്തോളൂ, സമരങ്ങളായിട്ട് കാണാം. പിന്നെ ഇപ്പൊ ഒരു ചാനലിൽ, റിപ്പോർട്ടർ ചാനലിൽ മാധ്യമപ്രവർത്തകർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു വാർത്ത കൊടുക്കുന്നതായിട്ട് ഒരു വ്യക്തിയുടെ വീട്ടിൽ തുറന്നു വിട്ടിരിക്കുന്ന ആഴ്ച ഒന്നുമല്ല. ഞങ്ങൾ നേരിട്ട് പോയി, മേയർ ഉൾപ്പെടെ ഉള്ളവർ നേരിട്ട് പോയി കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ 1 ഏക്കർ സ്ഥലത്തിന്റെ നടുക്കായിട്ടാണ് ഈ ഷെൽട്ടർ കെട്ടിയിട്ടുള്ളത്. അവിടെ നേരത്തെ ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്ന വസ്തുവാണ്. ആ ഉടമസ്ഥന്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത്. ഇവർക്ക് നിയമപരമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിയമപരമായിട്ട് ഏത് തരത്തിലും അവർ പ്രതിഷേധിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം അവർ ഗേറ്റ് തകർത്തിട്ട് അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് നിന്ന് തിരിച്ചിറങ്ങി. നായ്ക്കളെ അവർ സമരത്തിന്റെ പേര് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നായ്ക്കളൊക്കെ തന്നെ പഞ്ചായത്തിൽ വിഹരിക്കും. അതിനേക്കാൾ നല്ല ഭക്ഷണം കൊടുത്ത്, ഏറ്റവും മികച്ച മാർക്കറ്റിൽ ലഭ്യമാവുന്നതിൽ ഏറ്റവും മികച്ച ഭക്ഷണമാണ് അതിന് കൊടുക്കുന്നത്. ഒന്നിടവിട്ട് ഡോക്ടർമാർ നിരീക്ഷിക്കുന്നു.
പിന്നെ അങ്ങ് പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം, അങ്ങേപോലെ ചെറുപ്പക്കാരായ മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി പരിശോധിക്കണം വസ്തുത. ചേങ്കോട്ട് കോണത്ത് നിന്ന് പിടിച്ച ഒരു നായെങ്കിലും അവിടെ കൊണ്ട് വിട്ടിട്ടുള്ളതായിട്ട് അങ്ങേ കണ്ടെത്താം. ചേങ്കോട്ട് കോണത്ത് നിന്ന് പിടിച്ച നായ്ക്കളെല്ലാം തന്നെ വണ്ടി തടുത്ത ഷെൽട്ടറിലുണ്ട്. ഇപ്പൊ ABC വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടേയില്ല. പറഞ്ഞത് ചേങ്കോട്ട് കോണത്തെ നായ്ക്കളെ വണ്ടിത്തടത്തെ ABC ഷെൽട്ടറിലേക്ക് മാറ്റും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ABC സെന്റർ, ഷെൽട്ടർ എന്നുള്ള വാക്ക് പിൻവലിക്കുന്നു, സെന്റർ. അവിടെ എനിക്ക് തോന്നുന്നു 60-65 നായ്ക്കളെയൊക്കെ വയ്ക്കാം. അതിന് ശേഷമല്ലേ, അപ്പൊ നോക്കാം. അതപ്പോൾ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താണ് സൊല്യൂഷൻ ആവശ്യം ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ്. അപ്പൊ ആവശ്യം വരുമ്പോ സൊല്യൂഷൻ ഉണ്ടാവും. ഇന്നലെയും അവർ അതിന്റെ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ഒരു ടീം വന്നിട്ടുണ്ട്. അപ്പോ അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ശരി, ഞങ്ങൾ കോർപ്പറേഷൻ ഇതുവരെ ബസ് വാങ്ങിച്ചു കൊടുത്തില്ല. സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. ഒരു ചർച്ചയും നടന്നില്ല. 21 റൂട്ട് പുതിയ മീൻസ് കൗൺസിലർമാർ ആവശ്യപ്പെട്ട് 23 റൂട്ട് ഗതാഗത വകുപ്പുമായി സംസാരിച്ചു. അത് അടുത്ത ദിവസം ആരംഭിക്കും. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇടപെടേണ്ട കാര്യം ഇടപെടും. റൂട്ട് കൊടുക്കേണ്ടത് ഞങ്ങളല്ല. ഞങ്ങൾ ഗതാഗത വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അവർ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യും. അത് KSRTC ആണ് തീരുമാനിക്കേണ്ട. അവരുടെ റേറ്റ് അനുസരിച്ച് ഞങ്ങൾ ബസ് അതുവഴി വരാനുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. റേറ്റൊക്കെ അവരാ തീരുമാനിക്കുന്നത്. ഓക്കെ. ഇപ്പൊ അല്ല സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സെന്റർ ഉണ്ട്. അതിപ്പോ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം കൊണ്ട്, ജനുവരി കൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ കോർപ്പറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ എത്തിയിട്ടില്ല. അത് കിട്ടാനുള്ള ശ്രമം നടത്തും. അതെ, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ABC ഇപ്പോ പോർട്ടബിൾ സെന്റർ യൂണിറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നായ്ക്കളെ ABC നടത്തിയാൽ അതിനെ വീണ്ടും തിരിച്ച് തെരുവിലേക്ക് തന്നെ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഷെൽട്ടറും കൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് ആ ഒരു പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. അതിനുള്ള പരിശ്രമമാണ്. നഗരത്തിൽ തന്നെ കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല. ഷെൽട്ടർ പണിയാനായിട്ട് അനുയോജ്യമായ സ്ഥലം എവിടെയാണ് കിട്ടുന്നത്, സാധിക്കുന്ന അവിടെ ഇടും. ഓക്കെ. അദ്ദേഹത്തിനോട് ചോദിക്കുക. അത് പറഞ്ഞതിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചോദിക്കുക. വിളപ്പിൽശാല ഒരു പഠനമില്ലാതെ ആരാ വിളപ്പിൽശാല ഇങ്ങനെ ആക്കിയത്? വിളപ്പിൽശാല ഒരു പഠനമില്ലാത്ത കാര്യങ്ങൾ വിളപ്പിൽശാല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടി സ്വപ്നമാക്കി മാറ്റിയത് ആരാണ്? നമ്മൾ എന്തിനാണ് അത് ചർച്ച ചെയ്യുന്നത്?